500-ലധികം രോഗികളുള്ള കോഴിക്കോട് കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാതെ വലയുന്നു. 20 സുരക്ഷാ ജീവനക്കാരെ സൈനിക വെൽഫെയർ ബോർഡ് മുഖേന നിയമിച്ചെങ്കിലും അതിൽ 6 പേർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അതിൽ തന്നെ നിലവിലുള്ള വനിതാ സുരക്ഷാ ജീവനക്കാർക്ക് 3 മാസമായി ശമ്പളവും ലഭിച്ചിട്ടില്ല. രോഗികളെ വാർഡിൽ നിന്നും സെല്ലിലേക്ക് മാറ്റുമ്പോൾ ഉൾപ്പെടെ മതിയായ സുരക്ഷയൊരുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജീവനക്കാർ. രോഗികളെ സെല്ലിലേക്കും ചികിത്സയുടെ ഭാഗമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ ചാടിപ്പോയ സംഭവങ്ങളും നിരവധിയാണ്. സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന്റെ ഭാഗമായി 114 പേരുടെ പട്ടിക ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് നൽകിയിരുന്നു. ഇത് പ്രകാരം കൂടിക്കാഴ്ചയും നടത്തി. 13 പേർക്ക് നിയമന ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിലും ആരും ചുമതലയേറ്റിട്ടില്ല. വനിതാ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാൻ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നും പട്ടിക ലഭിച്ചിട്ടില്ല. അതിനാലാണ് മുൻപ് നിയമിച്ച വനിതകൾ തന്നെ ഇപ്പോഴും തുടരുന്നത്. ഈ വനിതാ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും തുടർ നടപടികളിൽ വ്യക്തത ലഭിക്കാനും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് അപേക്ഷ അയച്ച് കാത്തിരിക്കുകയാണ് അധികൃതർ. രോഗികൾ ചാടിപ്പോവുന്നത് പതിവായതോടെ കഴിഞ്ഞ വർഷം 20 സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നു. നിയമനം നടന്നെങ്കിലും കൃത്യമായ ശമ്പളം ലഭിക്കാതെ വന്നതോടെ ജീവനക്കാർ ജോലി ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഒരു ദിവസം ശരാശരി 5 രോഗികളെയെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകണം. 10ഉം 20ഉം ജീവനക്കാർ ഇവർക്കൊപ്പം സുരക്ഷയുടെ ഭാഗമായി പോകേണ്ടതായി വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സുരക്ഷാ ജീവനക്കാരുടെ കുറവ് മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.